ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തച്ഛൻ കൊച്ചുമകനോട് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ 2 മൃഗങ്ങളുണ്ട്. അവർ തമ്മിൽ നിത്യവും യുദ്ധമാണ്. ഒരു മൃഗം ദേഷ്യവും അക്രമവും പ്രതികാരദാഹവും നിറഞ്ഞതാണ്. മറുവശത്ത് മറ്റേ മൃഗം സ്നേഹത്തിലും കരുണയിലും സഹാനുഭൂതിയിലും സമാധാനത്തിലും പൂർണ്ണമാണ്. കൊച്ചുമകൻ ആകാംക്ഷയോടെ ചോദിച്ചു, മുത്തച്ഛ, അവസാനത്തിൽ ആരാകും ജയിക്കുക? മുത്തച്ഛൻ മനോഹരമായി ചിരിച്ചു. നിന്റെ മനസ്സിൽ നീ ഏതിനെയാണോ കൂടുതൽ വളർത്തുന്നത് അത് തന്നെയായിരിക്കും വിജയിക്കുക. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം നമ്മുടെ അവകാശമാണ്. ആരെയും ആസൂത്രിതമായി നല്ലവനോ മോശവനെന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ എത്ര വിശുദ്ധനെന്ന് കരുതിയാലും ചില സന്ദർഭങ്ങളിൽ അവനും വഴിതെറ്റാം. എന്നാൽ അതിനെ അടിസ്ഥാനമാക്കി ഒരാളെ മുഴുവനായും വിശേഷിപ്പിക്കാനാകില്ല. കുറ്റവാളിയെന്ന് വിളിക്കപ്പെടുന്ന ഒരാളിലും പുണ്യം നിലനിൽക്കാം. അവൻ്റെ ഉള്ളറകളിൽ എവിടെയോ ഒരു നല്ല മനസ്സിൻ്റെ വിത്തുകൾ ഉണ്ടാകാം. അതിനാൽ ആരെയും ഏകപക്ഷീയമായി വിലയിരുത്താനാവില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവം അവൻ വളർന്നിട്ടുള്ള പരിസ്ഥിതിയും അനുഭവങ്ങളും നിർണയിക്കും. വളമിട്ട് കൊടുക്കുന്നതെല്ലാം വളരും. അത് വിളയായാലും കളയായാലും. ആരും സംരക്ഷിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവ സ്വയം വളർന്ന് പൊങ്ങിയേക്കും. വിളവ് നല്ലതാകണമെങ്കിൽ വിത്തും മണ്ണും നന്നാകണം. അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ഭാവിയെ നിർവചിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ നാം നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ആ തീരുമാനം നമ്മുടേതാണ്.